ഏറ്റവും വലിയ ശുഭഗ്രഹമായ വ്യാഴം ഇപ്പോൾ കർക്കിടകൻ രാശിയിലാണുള്ളത്. ജൂലൈ 15-ാം തീയതി വൈകുന്നേരം 7:51 വ്യാഴത്തിന്റെ മൗഢ്യം തുടങ്ങും. ഓഗസ്റ്റ് 13-ാം തീയതി മൗഢ്യം അവസാനിച്ച് വ്യാഴം ഉച്ചാവസ്ഥയിലേക്ക് മാറും. 28 ദിവസമാണ് വ്യാഴത്തിന് മൗഢ്യം. അറിവ്, വിദ്യാഭ്യാസം, വിവാഹം, ഭാഗ്യം, ധനം ഇവയുടെയൊക്കെ കാരകത്വമുള്ള ഗ്രഹമാണ് വ്യാഴം. സൂര്യൻ കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ വ്യാഴഗ്രഹം സൂര്യനുമായിട്ട് കൂടുതൽ അടുത്തു വരുമ്പോൾ വ്യാഴം ദുർബലമാവും. അപ്പോൾ വ്യാഴത്തിന് മൗഢ്യം സംഭവിക്കും. നിലവിലുള്ള പോസിറ്റീവ് സ്വാധീനം വ്യാഴത്തിന്റെ കുറയും. വ്യാഴത്തിന്റെ ഗുണദോഷ സമ്മിശ്ര ഫലമാണ് എല്ലാവരിലും കിട്ടുക. ഈ സമയത്ത് ചെയ്യുന്ന ശുഭകാര്യങ്ങൾക്കൊക്കെ ഒരു ഭാഗ്യക്കുറവ് വരും. അതുകൊണ്ട് തന്നെ വിവാഹം, ഗൃഹപ്രവേശനം, പുതിയ സംരംഭങ്ങൾ തുടങ്ങൽ, ശുഭചടങ്ങുകൾ, അതുപോലെ തന്നെ ശുഭകാര്യങ്ങളൊന്നും വ്യാഴത്തിന്റെ മൗഢ്യം അവസാനിക്കുന്നതുവരെ ചെയ്യാറില്ല. ചില സാഹചര്യങ്ങളിൽ വ്യാഴത്തിന്റെ മൗഢ്യം ചിലർക്ക് മാനസിക പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ തൊഴിൽ പ്രശ്നം, സാമ്പത്തിക പ്രശ്നങ്ങൾ, ദാമ്പത്യത്തിൽ കലഹം വരിക, അതുപോലെ സന്താനങ്ങളെ പറ്റിയൊക്കെ ടെൻഷനൊക്കെ ഉണ്ടാക്കും. ചിലപ്പോൾ പ്രകൃതിക്ഷോഭം, അപകടങ്ങൾ വരെ സംഭവിച്ചേക്കാം. അപ്പോൾ വ്യാഴത്തിന്റെ മൗഢ്യം 12 രാശിക്കാർക്കും വ്യത്യസ്ത ഫലങ്ങളാണ് കിട്ടുക. ആരുടെയൊക്കെ ജാതകത്തിൽ വ്യാഴം ബലവാനാണ്, പോസിറ്റീവാണ് എങ്കിൽ അവർക്കൊക്കെ ശുഭഫലം തന്നെയാണ് കിട്ടുക. വ്യാഴത്തിന്റെ മൗഢ്യം കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട രാശിക്കാരും നക്ഷത്രക്കാരും ആരൊക്കെയാണെന്ന് നോക്കാം. ഒപ്പം പരിഹാരം പറയുന്നുണ്ട്. പരിഹാരം ചെയ്യുമ്പോൾ ദോഷം മാറി കൂടുതലായിട്ട് ശുഭഫലവും ഭാഗ്യവും വർദ്ധിക്കും. മേടൻ രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർ, കർക്കിടകൻ രാശിക്കാരായ പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർ, തുലാം രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖ നക്ഷത്രക്കാർ, ധനു രാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രക്കാർ, മകരൻ രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ട നക്ഷത്രക്കാർ, ഇത്രയും രാശിക്കാർക്കും നക്ഷത്രക്കാർക്കുമാണ് പരിഹാരമായിട്ട് നിങ്ങൾ വ്യാഴാഴ്ചകളിൽ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ വ്യാഴാഴ്ച മഞ്ഞ വസ്ത്രം ധരിക്കുന്നത്, പിന്നെ മഞ്ഞ പുഷ്യരാഗ രത്നം ചൂണ്ടുവിരലിൽ ധരിക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ ഓം ഗുരവേ നമഃ എന്ന മന്ത്രം ദിവസവും 21 തവണ ചൊല്ലുന്നതൊക്കെ നിങ്ങളുടെ ദോഷം മാറിയിട്ട് കൂടുതലായിട്ട് ശുഭഫലവും ഭാഗ്യവും വർദ്ധിക്കും. ഇത്രയുമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും